ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നിരുന്നു. അതിന് പക്ഷേ സർക്കാർ അനുമതി നിഷേധിക്കുകയായിരുന്നു. ആ നോട്ടീസിൽ പറഞ്ഞിരുന്നത് ഈ പോലീസുകാരുടെ ജോലി സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട കാര്യം, ഒപ്പം തന്നെ സമ്മർദ്ദം മൂലം ഈ പലരും ആത്മഹത്യ ചെയ്യുന്നു, പലരും ജോലി ഉപേക്ഷിക്കുന്നു എന്നതാണ്. പോലീസുകാരന്റെ ആത്മഹത്യക്കുറിപ്പ് വായിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷം അത് സഭയിൽ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്, അതിനുവേണ്ട നടപടികൾ കൈക്കൊള്ളുന്നുണ്ട് എന്നുകൂടിയായിരുന്നു മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്ന സഭയിൽ. അതെ, നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് ഇനി പോകുന്നത്. ജോലി സമ്മർദ്ദം കടുത്തതോടെ പോലീസ് സേനയിൽ അതൃപ്തി പുകയുന്നു. ജോലി മടുത്ത് സ്വയം വിരമിക്കുന്നവരുടെ എണ്ണം കുത്തനെ കൂടി. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 148 പേരാണ് സേന വിട്ടത്. അപേക്ഷകൾ വർദ്ധിച്ചതോടെ തൽക്കാലം കൂടുതൽ പേർക്ക് സ്വയം വിരമിക്കലിന് അനുമതി നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് ആഭ്യന്തര വകുപ്പ്. ജോലിയുടെ ഭാഗമായി വരുന്ന സമ്മർദ്ദം അത് പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല. കഴിയാവുന്നിടത്തോളം ലഘൂകരിക്കാൻ സർക്കാർ ആകാവുന്നതെല്ലാം ചെയ്യുന്നതാണ്. പോലീസ് സേനയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് ഗൗരവമായി തന്നെ പരിശോധിക്കാൻ സർക്കാർ തയ്യാറാകും. വിശ്രമമില്ലാത്ത ജോലിയാണ് സേനയിൽ അതൃപ്തി പുകയാൻ പ്രധാന കാരണം. മേലുദ്യോഗസ്ഥരുടെ മോശമായ പെരുമാറ്റത്തിലും പ്രതിഷേധമുണ്ട്. ഒരാഴ്ചക്കിടെ 5 പോലീസ് ഉദ്യോഗസ്ഥരാണ് ജീവനൊടുക്കിയത്. ജോലി സമ്മർദ്ദം സഹിക്കാതെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്ന പോലീസുകാരുടെ എണ്ണം കൂടുന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. തുടർച്ചയായ ഡ്യൂട്ടി മാനസികമായും ശാരീരികമായും ഉണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. ജോലി സമ്മർദ്ദം കൂടിയതോടെ സ്വയം വിരമിക്കുന്നവരുടെ എണ്ണവും കൂടി. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 148 പേരാണ് പോലീസ് സേനയോട് ബൈ പറഞ്ഞത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 165 പോലീസ് ഉദ്യോഗസ്ഥരാണ് സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകിയത്. അപേക്ഷ നൽകുന്നവരുടെ എണ്ണം കുത്തനെ കൂടിയതോടെ സ്വയം വിരമിക്കാൻ കൂടുതൽ പേർക്ക് അനുമതി നൽകേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് ആഭ്യന്തര വകുപ്പ്. നേരത്തെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിരവധി പേർ പോലീസ് സേനയുടെ ഭാഗമായിരുന്നു. സബ് ഇൻസ്പെക്ടർ തസ്തികയിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമുണ്ട്. സമ്മർദ്ദം വർദ്ധിച്ചതോടെ പലർക്കും ജോലി മടുത്തു. പുതുതായി പോലീസ് സേനയിലേക്കുള്ള പ്രൊഫഷണലുകളുടെ വരവും കുറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.